വിവാഹ മംഗള ആശംസകൾ നേരുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും. എന്തായിരുന്നു നിങ്ങളുടെ പേരെന്ന് പറഞ്ഞേ? കൃതാഞ്ജലി കീർത്തിക. കൃതാഞ്ജലി കീർത്തികയും മാനസേശ്വര മുകുന്ദ. മാനസേശ്വര മുകുന്ദ. ഓ, ഇഷ്ടപ്പെട്ടു. ശ്വേതാജി, എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ ഈ ഒരു പെർഫോമൻസ്? നല്ല ക്യൂട്ടായ നമ്മള് പറയേണ്ടായിരുന്നത് എല്ലാം നല്ല ക്യൂട്ട് വോയിസ് മോഡുലേഷൻ ആണ് നിങ്ങൾ രണ്ടുപേരും ചെയ്തത്. ആൻഡ് സത്യം പറഞ്ഞാൽ ക്യൂട്ട് ഈ ഒരു പ്രായത്തിൽ 1 to 5 ഇടയിൽ ഇതൊക്കെ നടക്കണ കാര്യങ്ങളാണ്. ഇതൊക്കെ സംസാരിക്കും. ഇറ്റ് വാസ് വെരി ക്യൂട്ട്, നൈസ്. നന്നായിട്ട് നിങ്ങൾ ഒരു കോമഡി, ക്യൂട്ട് കോമഡി. ഭയങ്കരമായി ചിരിപ്പിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഭയങ്കര ഒരു വാംത്ത്, ഒരു നല്ല പ്ലെസന്റ് ഹാപ്പിനെസ്. ഞങ്ങൾ ചെയ്ത് വന്നത് വേറെ ആയിരുന്നു. പിന്നെ അതിനൊരു പ്രശ്നമായിട്ട് ഞങ്ങൾ ചേഞ്ച് ചെയ്താണ്. അപ്പം ഈ ഒരു സൗണ്ട് എനിക്ക് കിട്ടും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവക്ക് എന്താന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അമ്മ ചെറുപ്പം മുതലേ ചെയ്യാറുണ്ടെന്ന് അമ്മമ്മയൊക്കെ പറയലുണ്ടായിരുന്നു. ചെറിയ കുട്ടികളെ സൗണ്ടൊക്കെ ഞാനിങ്ങനെ എടുക്കായിരുന്നു. പക്ഷെ ഇത് സ്കിറ്റായിട്ട് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റും, കണ്ടിന്യൂസ് ആയിട്ട് കുറെ നേരം ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ നന്നായി പിടിച്ചിട്ടുണ്ട്. നന്നായി പിടിച്ചിട്ടുണ്ട്. ലൈവായിരുന്നു. എന്തായാലും നമ്മൾ ചെയ്ത് നോക്കാന്നുള്ള രീതിയിൽ വന്നതാണ്. കുറച്ചിടയിൽ മിസ്സായി പോയി കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വിചാരിച്ചത്. അതായത് ഇവര് മറന്നുപോയി അല്ലെങ്കിൽ ഇവർക്ക് മിസ്സായി എന്നുള്ളൊരു ലാഗ് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. നല്ലൊരു കൗണ്ടർ അതിൽ മിസ്സായി പോയി. പക്ഷെ അത് ഏതാണ് ആ കൗണ്ടർ? ഇപ്പൊ വേണമെങ്കിൽ പറഞ്ഞോളൂ. ഞങ്ങൾ ആ പാട്ട് ഏതാന്ന്, അച്ഛൻ പാടിയ പാട്ട് ഏതാന്ന് പറയാൻ വിട്ടുപോയി. അച്ഛൻ പാടിയ പാട്ട്. എൻ കരളിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി രാക്ഷസി രാക്ഷസി. ഇതിന് ശേഷമാണ് അച്ഛന് അടി കിട്ടിയത്. ഒരു വേർഡ് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു. അമ്മയ്ക്ക് ദേഷ്യം വരുന്നു. അതാണ് അതവിടെ മിസ്സായി പോയി. കൗണ്ടേഴ്സ് കുറച്ചേ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാ കൗണ്ടേഴ്സ് നമുക്ക് ഭയങ്കരമായിട്ട് ഏറ്റിട്ടുണ്ട്. നമ്മൾ അതാ പറയുന്നത്. പിന്നെ ഞങ്ങൾ ഇതൊരു കോമഡി എന്നുള്ള രീതിയിൽ മാത്രം ഒരു ലോജിക് ഒക്കെ വെച്ചിട്ടൊന്നും അല്ല, ഒരിക്കലും മിസ്ലീഡ് ചെയ്യാനോ ഒന്നും അല്ല. ഒരു കോമഡി അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഒരു രീതിയിലേ വിചാരിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാം പേരൻസും അവരൊക്കെ പറയും എനിക്ക് ഈ കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ആ കുട്ടീനെ തീരെ ഇഷ്ടമല്ല. ഇവരൊക്കെ എന്താ പറയാ, അവരൊക്കെ അങ്ങനെയാണ് സ്കൂളിൽ നിന്ന് വന്നാല്. ഈ എങ്ങനെ ഉണ്ടായിരുന്നു മാനസേശ്വര മുകുന്ദയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഇത് ചെയ്തിട്ട്? മുകുന്ദ വേറെ എവിടെയോ നോക്കി ലൈൻ. മാനസേശ്വര മുകുന്ദയ്ക്ക് ഇപ്പൊ വേറൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നി അല്ലേ? അതേത് പെണ്ണാണ്? അവിടെ നോക്കണ ആരെയാണ്? നമ്മുടെ കുട്ടികളെ രുദ്രലക്ഷ്മി എസിനോടാണ് ഇഷ്ടം. മാനസേശ്വര മുകുന്ദൻ ഇതിനെ വിട്ടു, ഡിസിഷൻ മാറ്റിയല്ലോ. അതെ, ഒരു അര തിരിച്ച് നടന്നൂലോ. അത് ശരി, കൊച്ചു കള്ളനാണ്, കണ്ടാൽ അറിയാം. ഇവള് നേരത്തെ കണ്ണു വെച്ചിരിക്കുവാ. ഇവള് ഏത് സമയത്ത് ആൺവേഷം കെട്ടിയാലും പറയും എന്റെ മോളെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ. അന്ന് കളിച്ചല്ലോ ഒരു പ്രാവശ്യം, ഡാൻസ് കളിച്ചല്ലോ അവര്. എപ്പോഴും ഒരു കണ്ണ് കോഴിക്കൂട്ടിലാണെന്ന് പറഞ്ഞാൽ കുറുക്കന്റെ കണ്ണ് എപ്പോഴും രുദ്രയുടെ മേത്താണ്. അല്ല, അത് മാത്രല്ല അവന് കണ്ടാൽ തന്നെ അവന് ഒരു കള്ള ലക്ഷണം ഉണ്ട്. അപ്പൊ എനിക്ക് എനിക്കൊരു ആഗ്രഹം വന്നു പെട്ടെന്ന്. അതായത് ശ്വേതാജിയും ചെറിയ കുട്ടികളുടെ സൗണ്ടിൽ അന്ന് പാട്ടൊക്കെ പാടി സംസാരിച്ചു. നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും ഒരു കാര്യം ആ ചെറിയ കുഞ്ഞുങ്ങളുടെ ഇതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നന്നായിരിക്കും. എന്താടോ നീ ഇന്നലെ ലീവായിരുന്നല്ലോ? നീ എന്നും ലീവാണല്ലോ ക്ലാസ്സിൽ, എന്താ വരാത്തെ? ഇന്നലെ എന്റെ അമ്മ എന്നെ അടിച്ചു. മൂക്കുന്ന് ചോര വന്നു. അയ്യോ, ചോരയോ? അത് കണ്ട് എന്റെ അച്ഛൻ എന്റെ അമ്മേനെ തല്ലി. അയ്യോ പാവം. അപ്പൊ നമ്മള് തല്ലി കളിച്ചു. അയ്യോ, അത് കഴിഞ്ഞ് 3 ആളും ഉറങ്ങി നീറ്റപ്പോ ഞാൻ മറന്നുപോയി. ഞാൻ സ്കൂളിൽ യൂണിഫോം ഇട്ടിട്ട് നേരെ സ്കൂളിൽ വന്നു. രാത്രി എണീറ്റ് സ്കൂളിലേക്ക് വന്നോ? രാത്രിക്ക് സ്കൂളിൽ വന്നു. ഞാൻ മൂത്രയിച്ചു ബെഡില്. അത് ഞങ്ങൾ ഒഴിക്കാറൊക്കെ ഉണ്ട്. പിന്നെ അഭിലാഷ് അങ്കിൾ ഇല്ലേ, ഈ ശ്വാസോമ്മേനെ ഇങ്ങനെ സുന്ദരിയാക്കനെ, അഭിലാഷ് അങ്കിൾ എന്നെ മർദ്ദിച്ചു. ഛർദിച്ചില്ല, മർദ്ദിച്ചില്ല, ഛർദിക്കാൻ ക്ഷമയുണ്ട്. പക്ഷെ അടിപൊളിയായിരുന്നു. നിങ്ങള് 3 പേരും എന്താ പറയാ, ആ ഒരു കുഞ്ഞുങ്ങളുടെ സംസാരം നമുക്ക് എന്താണെങ്കിലും കേട്ടോണ്ടിരിക്കാൻ നല്ല രസമാണ്.